الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن خير الحديث كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الإخوان والأخوات أوصيكم وإياي أولا بتقوى الله إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب قال الله تعالى في القرآن المجيد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم شهر رمضان الذي أنزل فيه القرآن هدى للناس وبينات من الهدى والفرقان فمن شهد منكم الشهر فليصم ومن كان مريضا أو على سفر فعدة من أيام أخر يريد الله بكم اليسر ولا يريد بكم العسر ولتكملوا العدة ولتكبروا الله على ما هداكم ولعلكم تشكرون صدق الله العظيم. ആദരണീയരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, പ്രപഞ്ചങ്ങളുടെ നാഥനായ പടച്ച തമ്പുരാൻ്റെ കൽപ്പനകൾക്ക് മാത്രം വിധേയമായി നമ്മുടെ ജീവിതത്തിൻ്റെ രഹസ്യവും പരസ്യവുമായ വ്യക്തിപരവും കുടുംബപരവും സാമ്പത്തികവും സാമൂഹികവുമായ എല്ലാ മേഖലകളിലും തഖ്വ പാലിക്കണമെന്ന്, യഥാർത്ഥ മുത്തഖികളായി ജീവിതം നയിക്കണമെന്ന് എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ആദ്യമേ വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. തഖ്വ ബോധം മാത്രമാണ് നമ്മുടെ ജീവിത വിജയത്തിൻ്റെ യഥാർത്ഥ മാർഗം. പടച്ച തമ്പുരാൻ അവൻ്റെ മുത്തഖികളായ അടിമകളിൽ ഉൾപ്പെടുത്തി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഇസ്ലാമിക ലോകം വിശുദ്ധ റമദാനിലേക്ക് പ്രവേശിക്കാൻ പോകുന്ന സുപ്രധാനമായ വേളയാണിത്. ലോകത്ത് ഓരോ വർഷവും സംഭവിക്കുന്ന ഒരു മഹാത്ഭുതമാണ് റമദാൻ. ലോക ജനസംഖ്യയുടെ 1/5 വരുന്ന
130 കോടി വരുന്ന വലിയ ഒരു ജനവിഭാഗത്തിൻ്റെ ജീവിത രീതി മുഴുവൻ തകിടം മറിയാൻ പോവുകയാണ്. തികച്ചും വ്യത്യസ്തമായ ഒരു ശൈലിയിലേക്ക് മാറ്റപ്പെടാൻ പോകുന്നു. 130 കോടി മനുഷ്യരുടെ ശരീരവും മനസ്സും ചിന്തയും കർമ്മങ്ങളും ദിനചര്യകളും എല്ലാം ഒരേപോലെ പരിവർത്തിപ്പിക്കപ്പെടാൻ പോവുകയാണ്. ആഗോള ഗ്രാമത്തിലെ ഒരു ആഗോള ഭവനം എന്ന പോലെ ഇസ്ലാമിക ലോകം ഒരേ ദിനചര്യയും ഒരേ കർമ്മങ്ങളും ഒരേ മന്ത്രങ്ങളും ഒരേ പ്രവർത്തനങ്ങളുമായി തികച്ചും വ്യത്യസ്തമായ ഒരവസ്ഥയിലേക്ക് മാറ്റപ്പെടാൻ പോകുന്നു. അതുകൊണ്ടാണ് ഇതൊരു ലോകാത്ഭുതമാണ് എന്ന് തന്നെ വിശേഷിപ്പിക്കുന്നത്. ലോകത്ത് ഒരു സ്വേച്ഛാധിപതിയും ഒരു ഏകാധിപതിയും എത്ര ശക്തമായ രൂപത്തിൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചാലും ഇങ്ങനെയൊരു മാറ്റം ഒരേ മനസ്സും ഒരേ കർമ്മങ്ങളുമായി ഒരു വലിയ ജനസമൂഹത്തെ പരിവർത്തിപ്പിക്കുക എന്നത് അസാധ്യമാണ്. ഇവിടെയാണ് പടച്ചതമ്പുരാനായ റബ്ബുൽ ആലമീനായ അള്ളാഹുവിലുള്ള ഇസ്ലാമിക സമൂഹത്തിൻ്റെ വിശ്വാസത്തിൻ്റെ സവിശേഷത നാം പ്രത്യേകം ഉൾക്കൊള്ളേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു തആലയുടെ കൽപ്പന പാലിച്ചുകൊണ്ട് 130 കോടി വരുന്ന വലിയ ഒരു ജനവിഭാഗം അവരുടെ രഹസ്യവും പരസ്യവും സ്വകാര്യതയും വ്യക്തിപരവും കുടുംബപരവുമായ സാമൂഹികവുമായ എല്ലാ മേഖലകളും പൂർണ്ണമായും അവന് വിട്ടുകൊടുക്കാൻ തീരുമാനിക്കുന്നു എന്നതാണ് വ്രതാനുഷ്ഠാനത്തിൻ്റെ സവിശേഷമായ ഒരു പ്രത്യേകത എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അള്ളാഹുവിനുള്ള അടിമത്തത്തിൻ്റെ എല്ലാ വിധത്തിലുമുള്ള പ്രതീകവൽക്കരണമാണ്, പ്രായോഗികമായ തീരുമാനങ്ങളാണ് വ്രതാനുഷ്ഠാനത്തിലൂടെ നാം കൈക്കൊള്ളാൻ പോകുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വിധത്തിൽ വിശുദ്ധ റമദാനിനെ സ്വാഗതം ചെയ്യുവാനും പ്രയോജനപ്പെടുത്തുവാനും നമുക്ക് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ റമദാനിനെ കുറിച്ച് ഒട്ടേറെ സവിശേഷതകൾ, റമദാനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് വാഗ്ദാനങ്ങൾ ഇസ്ലാമിക സമൂഹത്തിൻ്റെ മുമ്പിലേക്ക് സമർപ്പിക്കുന്നത് കാണാം. ഒരിക്കൽ ശഅബാനിലെ അവസാന നാളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പ്രഭാഷണം നടത്തി. ആ പ്രഭാഷണത്തിൽ വിശുദ്ധ റമദാനിൻ്റെ സവിശേഷതകളും റമദാനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്ലാമിക സമൂഹത്തിന് വാഗ്ദാനം ചെയ്യുന്ന മഹത്തായ അനുഗ്രഹങ്ങളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരാമർശിക്കുകയുണ്ടായി. സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നതായിട്ട് ഇമാം ബൈഹഖി ഉദ്ധരിക്കുന്ന ഒരു ഹദീസിലാണ് നമുക്കിത് കാണാൻ കഴിയുക. യാ അയ്യുഹന്നാസ്, മനുഷ്യരെ, ഖദ് അദല്ലക്കും ശഹ്റുൻ അദീമുൻ ശഹ്റുൻ മുബാറക്, വളരെ മഹത്തരമായ അനുഗ്രഹീതമായ ഒരു മാസം ഇതാ നിങ്ങൾക്ക് തണൽ വിരിച്ചിരിക്കുന്നു. ശഹ്റുൻ ഫീഹി ലൈലത്തുൻ ഖൈറുൻ മിൻ അൽഫി ശഹർ, ഈ മാസത്തിൽ ഒരു രാവുണ്ട്, അത് 1000 മാസങ്ങളെക്കാൾ ശ്രേഷ്ഠമായ രാവാകുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ റമദാനിനെ വിശേഷിപ്പിച്ച് തുടങ്ങുന്നത് തന്നെ ഇങ്ങനെയാണ്: മഹത്തരമായ അനുഗ്രഹീതമായ ഒരു മാസം, ഈ മാസത്തിൽ സവിശേഷമായ ഒരു രാവുണ്ട്, അത് 1000 മാസങ്ങളെക്കാൾ ശ്രേഷ്ഠമാണ്. 1000 മാസങ്ങൾ ഒന്നിച്ച് ഒരാൾ ഇബാദത്ത് ചെയ്യുകയാണെങ്കിൽ നേടിയെടുക്കാൻ കഴിയുന്നതിലേറെ പുണ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മാസത്തിലെ ഒരു രാവിൽ നൽകും എന്നർത്ഥം. തുടർന്ന് വിശദീകരിക്കുന്നു: ജഅലല്ലാഹു സിയാമഹു ഫരീള, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മാസത്തിൽ വ്രതാനുഷ്ഠാനം ഫർളായി നിശ്ചയിച്ചിരിക്കുന്നു. വ ഖിയാമ ലൈലിഹി തതവ്വുഅ, ഈ മാസത്തിലെ രാവുകളിൽ നിന്ന് നമസ്കരിക്കൽ, രാത്രി നമസ്കാരം സവിശേഷമായ
ഒരു സുന്നത്തായ കർമ്മമായി, ഐച്ഛിക കർമ്മമായി നിശ്ചയിച്ചിരിക്കുന്നു. ഫർളും സുന്നത്തും തമ്മിൽ അന്തരമുണ്ട്. ഫർള് നിർബന്ധ ബാധ്യതയാണ്. അത് അനുഷ്ഠിച്ചില്ലെങ്കിൽ തീർച്ചയായും നാം ശിക്ഷിക്കപ്പെടും. അനുഷ്ഠിച്ചാലോ അല്ലാഹു തആല അതിന് തക്കതായ പ്രതിഫലം നൽകും. അതേസമയം ഐച്ഛികമായ കർമ്മങ്ങൾ, സുന്നത്തായ കർമ്മങ്ങൾ എന്നത് താൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന തൻ്റെ യജമാനന്റെ മുമ്പിൽ അടിമ സമർപ്പിക്കുന്ന കാണിക്കകളാണ്. അതാണ് ഐച്ഛിക കർമ്മങ്ങൾ. സ്വമേധയാ സന്നദ്ധനായിക്കൊണ്ട് ഒരാൾ തൻ്റെ യജമാനന്റെ മുമ്പിൽ സമർപ്പിക്കുന്ന തിരുമുൽ കാഴ്ചകളാണ് സുന്നത്തായ കർമ്മങ്ങൾ. ആ വിധത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുന്നത്. അല്ലാഹു തആല രാത്രി നമസ്കാരത്തെ തതവ്വുആയിട്ട് ഐച്ഛികമായ കർമ്മമായി നിശ്ചയിച്ചിരിക്കുന്നു. ഒരടിമ പകൽ സമയത്ത് വ്രതമനുഷ്ഠിച്ച് ക്ഷീണിതനാകുന്ന അടിമ രാത്രി സ്വസ്ഥമായി കിടന്നുറങ്ങാനല്ല ആഗ്രഹിക്കുക. മറിച്ച് രാത്രിയിൽ സ്വയം സന്നദ്ധനായിക്കൊണ്ട് അല്ലാഹുവേ, ഞാൻ നിന്റെ മുമ്പിൽ ഇതാ എൻ്റേതായി ഈ കാണിക്കകൾ സമർപ്പിക്കുന്നു. നിർബന്ധ കർമ്മങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ അതിന് കൂലിയാണ്, പ്രതിഫലമാണ് ലഭിക്കുക എങ്കിൽ ഐച്ഛികമായ കർമ്മങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു തആല മഹത്തായ പാരിതോഷികങ്ങൾ, സമ്മാനങ്ങളാണ് നമുക്ക് നൽകാൻ പോകുന്നത് എന്ന് മനസ്സിലാക്കണം. മൻ തഖറബ ഫീഹി ബിഖസ്ലത്തിൻ മിനൽ ഖൈർ, ആരെങ്കിലും വല്ല നന്മകളുമായിട്ട് അല്ലാഹുവിലേക്ക് ഈ വേളയിൽ അടുക്കാൻ ശ്രമിച്ചാൽ, കാന കമൻ അദ്ദാ ഫരീളത്തൻ ഫീമാ സിവാ, റമദാൻ മാസത്തിൽ അല്ലാത്ത വേളകളിൽ ഒരു ഫർളായ നിർബന്ധകായ കർമ്മം അനുഷ്ഠിക്കുന്നതിന് തുല്യമാണത്. സ്വയം സന്നദ്ധനായിട്ട് ഒരാൾ ഒരു സുന്നത്തായ കർമ്മം അനുഷ്ഠിച്ചാൽ റമദാൻ അല്ലാത്ത വേളകളിൽ ഫർളായ കർമ്മം അനുഷ്ഠിക്കുന്നതിന് തുല്യമായ പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു തആല പ്രതിഫലമായിട്ട് നമുക്ക് നൽകും എന്നർത്ഥം. മാത്രമല്ല, ഫമൻ അദ്ദാ ഫരീളത്തൻ ഫീഹി, ഒരാൾ ഒരു ഫർളായ കർമ്മം റമദാനിൽ അനുഷ്ഠിച്ചാൽ കാന കമൻ അദ്ദാ 70 ഫരീളത്തൻ ഫീമാ സിവാ, റമദാൻ അല്ലാത്ത വേളകളിൽ 70 നിർബന്ധ കർമ്മം അനുഷ്ഠിച്ചതിന് തുല്യമായ പ്രതിഫലം അല്ലാഹു തആലക്ക് നൽകും. ഇതാണ് അടുത്ത വാഗ്ദാനം. ഒരു ഫർള് അനുഷ്ഠിച്ചാൽ റമദാൻ അല്ലാത്ത വേളകളിൽ 70 ഫർള് അനുഷ്ഠിക്കുന്നതിൻ്റെ പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് നൽകും എന്നർത്ഥം. വഹുവ ശഹ്റു സ്വബ്ർ, ഇത് സ്വബറിന്റെ മാസമാകുന്നു. സ്വബർ എന്ന് പറയുമ്പോൾ ക്ഷമ എന്ന് പൊതുവെ നാം പറയും. അതിനപ്പുറത്ത് ആത്മനിയന്ത്രണത്തിൻ്റെ, സ്ഥൈര്യത്തിൻ്റെ മഹത്തായ മാസമാകുന്നു എന്നർത്ഥം. ഷഹ്റു സ്വബർ, വിശുദ്ധ റമദാൻ നമുക്ക് നൽകാൻ പോകുന്ന, റമദാൻ അനുഷ്ഠിക്കുന്നതിലൂടെ ഒരാൾക്ക് നേടിയെടുക്കാൻ കഴിയുന്ന, വ്രതമനുഷ്ഠിക്കുന്നതിലൂടെ നേടിയെടുക്കാൻ കഴിയുന്ന മഹത്തായ ഗുണം സ്വബറാണ് എന്ന് കാണാം. പരിശീലനമാണിത്. ആഗ്രഹങ്ങളെ മെരുക്കി ഒതുക്കി അള്ളാഹുവിൻ്റെ കൽപ്പനയ്ക്ക് മാത്രം സ്വന്തത്തെ വിട്ടുകൊടുക്കുന്ന മഹത്തായ പരിശീലന സംരംഭം. എല്ലാ വിഭവങ്ങളും സജ്ജമാണ്, എല്ലാം ഉണ്ടായിരിക്കെ തന്നെ ഞാൻ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവനായ അള്ളാഹുവിന് വേണ്ടി എല്ലാം മാറ്റിവെക്കുവാൻ സന്നദ്ധനാകുന്നു. എൻ്റേതായ ശീലങ്ങളും ആഗ്രഹങ്ങളും കഴിഞ്ഞ നാളുകളിൽ അവയുടെ അടിമയായിരുന്നു ഞാൻ എന്ന് പറയാം. ആ ശീലങ്ങളിൽ നിന്ന്, ആഗ്രഹങ്ങളിൽ നിന്ന് പൂർണ്ണമായും എന്നെ മുക്തനാക്കിയിട്ട് സ്വബറിന്റെ വഴിയിൽ, ആത്മനിയന്ത്രണത്തിന്റെ വഴിയിൽ പൂർണ്ണമായും എന്നെ സമർപ്പിക്കാൻ ഞാൻ സന്നദ്ധനാകുന്നു. വസ്സബ്റു സവാബുഹുൽ ജന്ന, സ്വബറിന്റെ പ്രതിഫലം സ്വർഗമല്ലാതെ മറ്റൊന്നുമല്ല. സ്വർഗമല്ലാതെ മറ്റൊന്നുമല്ല. അല്ലാഹു തആല സ്വബറിലൂടെ സ്വർഗം വാഗ്ദാനം ചെയ്യുന്നു എന്നർത്ഥം. വശഹറുൽ മുവാസാത്ത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തുടർന്ന് ഉണർത്തുന്നത് ഈ മാസത്തിന്റെ സവിശേഷത ഇത് ഷഹറുൽ മുവാസാത്താണ്, ദീനാനുകമ്പയുടെ, സഹാനുഭൂതിയുടെ മാസമാകുന്നു വിശുദ്ധ റമദാൻ എന്നാണ്. പട്ടിണി കിടന്ന് ശീലമില്ലാത്തവരാണ് സമൂഹത്തിൽ എന്ന് ഭൂരിഭാഗവും എന്ന് പറയാം. പട്ടിണി കിടക്കേണ്ട അവസ്ഥയിലുള്ളവർ, പക്ഷേ പട്ടിണി കിടക്കുന്നവനെ കുറിച്ച് സ്വയം പട്ടിണി കിടന്നുകൊണ്ട്, ബോധപൂർവം പട്ടിണിയുടെ രുചി അറിഞ്ഞുകൊണ്ട് പട്ടിണി കിടക്കുന്നവരെ കുറിച്ച് അറിയാൻ ഈ മാസം നമ്മെ പ്രേരിപ്പിക്കുന്നു. അങ്ങനെ പ്രയാസം അനുഭവിക്കുന്ന, ബുദ്ധിമുട്ടുന്ന, സമൂഹത്തിൽ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന
ഒരുപക്ഷെ മാറ്റി നിർത്തപ്പെട്ടവരിലേക്ക് കൂടുതലായി നമ്മുടെ ശ്രദ്ധ പതിയേണ്ട മാസമാണിത്. ആ വിധത്തിൽ ഇസ്ലാമിക സമൂഹം ഉണർന്ന് പ്രവർത്തിക്കുവാൻ സന്നദ്ധമാകേണ്ട മാസമാകുന്നു. അതാണ് ഷഹ്റുൽ മുവാസാത്ത് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തിയത്. മാത്രമല്ല വശഹ്റുൻ യുസാദു ഫീഹി റിസ്ഖുൽ മുഅ്മിൻ, മുഅ്മിനിന്റെ റിസ്ഖിൽ വിശാലതയുണ്ടാകുന്ന, വർധനവുണ്ടാകുന്ന മാസമാണിത്. ഇത് പലപ്പോഴും അത്ഭുതകരമായി നമുക്ക് അനുഭവപ്പെടുന്ന ഒന്നാണ്. എങ്ങനെയാണ് റിസ്ഖിൽ വർധനവുണ്ടാവുക? ഒരുപക്ഷെ ഭൗതികമായ കണക്കുകൂട്ടലുകൾക്ക് ഒതുങ്ങാത്ത ഒരു പ്രയോഗമാണത്. നമ്മുടെ വരുമാനത്തിൽ വർധന ഉണ്ടാകുന്നുണ്ടോ? ശമ്പളത്തിൽ വർധനവുണ്ടോ? എന്നൊക്കെ ആലോചിച്ച് നോക്കിയാൽ ഒരുപക്ഷെ കണ്ടെത്താൻ കഴിയില്ല. അതേസമയം അല്ലാഹുവിൻ്റെ ബർക്കത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത വിധം നമ്മുടെ മനസ്സിലും നമ്മുടെ വീട്ടിലും നമ്മുടെ ഭക്ഷണത്തിലും സാമൂഹിക അന്തരീക്ഷത്തിലുമൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരാളൊരു പ്രയാസവുമായിട്ട് മുമ്പിലേക്ക് കടന്നു വരുമ്പോൾ എല്ലാവരും സ്വമേധയാ സന്നദ്ധരായി അയാളുടെ പ്രശ്നം പരിഹരിക്കാൻ രംഗത്ത് വരുന്ന വല്ലാത്തൊരു മാസം. ഒരാളുടെ സങ്കടം കേൾക്കുമ്പോൾ പെട്ടെന്ന് കണ്ണുനീര് വന്നു പോകുന്ന അവസ്ഥ, ഗദ്ഗദത്തോടുകൂടി അയാളുടെ പ്രശ്നം പരിഹരിച്ചു കൊടുക്കാൻ കഴിയുന്ന അവസ്ഥ. ഇത് ഈ മാസത്തിന്റെ സവിശേഷതയാണ്. ഇതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ തന്നെ ഉണർത്തുന്നത്. ഷഹ്റുൻ യുസാദു ഫീഹി റിസ്ഖുൽ മുഅ്മിൻ, വിശ്വാസിയുടെ റിസ്ഖിൽ, അവന്റെ ജീവിത വിഭവങ്ങളിൽ വർധനവുണ്ടാകുന്ന മാസമാണിത്. ഇത് നമ്മുടെ ഈമാനുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും അനുഭവിക്കാൻ കഴിയുന്ന വല്ലാത്തൊരു അനുഭൂതിയാണിത് എന്ന് വേണം പറയാൻ. പട്ടിണി കിടക്കുകയാണെങ്കിലും റമദാൻ മാസം അങ്ങേയറ്റത്തെ ബർക്കത്തിന്റെ, ഐശ്വര്യത്തിന്റെ മാസമായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നു എന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുക. മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് അനുഭവിക്കുവാൻ വേണ്ടിയിട്ട് നമ്മെ കൂടുതൽ പ്രേരിപ്പിക്കുന്ന, അതിനു വേണ്ടിയിട്ട് പ്രോത്സാഹിപ്പിക്കുന്ന ചില മാർഗങ്ങൾ കൂടി എടുത്തു പറയുന്നു. മൻ ഫത്തറ ഫീഹി സായിമൻ, ഒരാൾ റമദാനിൽ ഒരു നോമ്പുകാരനെ നോമ്പ് തുറപ്പിച്ചാൽ കാന ലഹു മഗ്ഫിറത്തൻ ലിദുനൂബി, അയാൾക്ക് അയാളുടെ പാപങ്ങളിൽ നിന്നുള്ള മുക്തി ലഭിക്കും. അല്ലാഹു തആല അയാൾക്ക് മഗ്ഫിറത്ത് നൽകും. ഒരാൾ നോമ്പ് തുറപ്പിച്ചാൽ അല്ലാഹു മഹത്തായ വാഗ്ദാനം നൽകാൻ. മാത്രമല്ല വഇത്ഖു റഖബതിഹി മിനന്നാർ, അല്ലാഹു സുബ്ഹാനഹു തആല അയാൾക്ക് നരക വിമുക്തി പ്രദാനം ചെയ്യും. ഒരാളെ നോമ്പ് തുറപ്പിച്ചാൽ അതിനുള്ള പ്രതിഫലമാണ് ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പ്രഖ്യാപിക്കുന്നത്. പാപമുക്തിയും നരകവിമുക്തിയും, ഈ രണ്ട് അനുഗ്രഹങ്ങൾ അല്ലാഹു തആല നൽകും. വകാന ലഹു മിസ്ല അജ്രിഹി മിൻ ഗൈരി അൻ യംതഖിസ മിൻ അജ്രിഹി ഷൈ, മാത്രമല്ല അയാൾക്ക് മഹത്തായ പ്രതിഫലമുണ്ട്. അയാളൊരു നോമ്പുകാരന് നോമ്പ് തുറപ്പിച്ചല്ലോ, ആ നോമ്പുകാരന് അല്ലാഹു തആല നൽകുന്ന പ്രതിഫലം എത്രയാണോ അതിന് തുല്യമായ പ്രതിഫലം അല്ലാഹു തആല നോമ്പ് തുറപ്പിച്ചവന് നൽകും. നോമ്പുകാരന്റെ പ്രതിഫലത്തിൽ ഒട്ടും പ്രതിഫലം കുറഞ്ഞു പോവുകയുമില്ല. അയാൾ മറ്റൊരു സഹോദരൻ അനുവദിച്ച് നൽകിയ, ദാനം ചെയ്ത ഭക്ഷണമാണല്ലോ ഉപയോഗിച്ചത് നോമ്പ് തുറക്കാൻ. അതുകൊണ്ട് ഒരിക്കലും അയാളുടെ പ്രതിഫലത്തിൽ ഒരു കുറവും സംഭവിക്കില്ല. മാത്രമല്ല അല്ലാഹു തആല നോമ്പ് തുറപ്പിച്ചവന് നോമ്പുകാരന് ലഭിക്കുന്ന തുല്യമായ പ്രതിഫലം നൽകുകയും ചെയ്യും എന്നാണ് പ്രത്യേകമായിട്ട് വാഗ്ദാനം ചെയ്യുന്നത്. ഈ മഹത്തായ വാഗ്ദാനം കേട്ടപ്പോൾ സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹു എടുത്തു പറയാണ്, ഖുൽനാ യാ റസൂലല്ലാഹ്, ഞങ്ങൾ ഉടനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, ലൈസ കുല്ലുനാ നജിദു മാ നുഫത്തിറു ബിഹി സായിം, ഞങ്ങളിൽ എല്ലാവരും ഇങ്ങനെ നോമ്പുകാരനെ സുഭിക്ഷമായിട്ട് നോമ്പ് തുറപ്പിക്കാൻ കഴിവുള്ളവരല്ലല്ലോ റസൂലേ. ഞങ്ങൾ ദരിദ്രന്മാരുണ്ട്, ഞങ്ങളുടെ കൂട്ടത്തിൽ പ്രയാസം അനുഭവിക്കുന്നവരുണ്ട്. അപ്പൊ ഞങ്ങൾക്ക് എങ്ങനെയാണ് നോമ്പുകാരെ സുഭിക്ഷമായിട്ട് ആഹരിപ്പിക്കാൻ സാധിക്കുക എന്ന് സ്വഹാബിമാർ സ്വാഭാവികമായിട്ടും സങ്കടം പറഞ്ഞു. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉടനെ നൽകിയ മറുപടി, യുഅതില്ലാഹു ഹാദ സവാബ് മൻ ഫത്തറ സായിമൻ അലാ മുഖ്നതി ലബൻ. അല്ലാഹു സുബ്ഹാനഹു വതആല ഈ പറഞ്ഞ മഹത്തായ പ്രതിഫലങ്ങൾ, പാപവിമുക്തിയും നരകവിമുക്തിയും മാത്രമല്ല മഹത്തായ പ്രതിഫലവും നൽകുവാൻ പോകുന്നത് സുഭിക്ഷമായി ഭക്ഷണം നൽകുന്നവർക്ക് മാത്രമല്ല, മുഖ്നതി ലബൻ, ഒരു കവിൾ പാല് കൊണ്ട് ഒരാളെ നോമ്പ് തുറപ്പിക്കാൻ കഴിഞ്ഞാൽ
ഔ തമ്ര, അല്ലെങ്കിൽ ഒരു കാരക്കച്ചുള കൊണ്ട് നോമ്പ് തുറപ്പിക്കാൻ കഴിഞ്ഞാൽ, ഔ ശുർബത്തിൻ മിൻ മാ, അല്ലെങ്കിൽ ഒരു ഇറക്ക് വെള്ളം കൊണ്ട് നോമ്പ് തുറപ്പിക്കാൻ കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു തആല ഇതേ പ്രതിഫലം നൽകും. ആർക്കും നേടിയെടുക്കാൻ കഴിയുന്നത്. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ മഹത്തായ ഒരു ശീലം നമ്മെ പരിശീലിപ്പിക്കാൻ, പരസ്പരം പങ്കുവെക്കാനുള്ള. ഒരു കാരക്കച്ചുളയാണെങ്കിൽ അതിൻ്റെ ഒരു ചീന്ത് തൻ്റെ സഹോദരന് നൽകുക. ഒരു ഗ്ലാസ്സിൽ വെള്ളമാണുള്ളതെങ്കിൽ അതിലൊരു പങ്ക് തൻ്റെ സഹോദരന് നോമ്പ് തുറക്കാൻ നൽകുക. ഇങ്ങനെ ഇല്ലാത്ത അവസ്ഥയിൽ, തനിക്ക് തന്നെ ആവശ്യമുള്ള വേളയിൽ, തൻ്റെ തൊണ്ട വല്ലാതെ വരണ്ടു നിൽക്കുന്ന, മഗ്‌രിബ് ബാങ്ക് കൊടുക്കുന്ന ആ വേളയുണ്ടല്ലോ, ആ സമയത്ത് തൻ്റെ കയ്യിലുള്ള ഒരു ഗ്ലാസ് വെള്ളത്തിൽ നിന്ന്, ഒരു കാരക്കച്ചുളയിൽ നിന്ന് ഒരു പങ്ക് തൻ്റെ സഹോദരന് നൽകുക. ഇങ്ങനെ മഹത്തായ ഒരു പരിശീലനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിലൂടെ നമുക്ക് നൽകുന്നതായിട്ട് കാണാൻ പറ്റും. അതേ സമയത്ത് വമൻ അശ്ബഅ സ്വാഇമൻ, ആരെങ്കിലും വയറ് നിറയെ നോമ്പുകാരനെ ഭക്ഷിപ്പിച്ചാൽ, നോമ്പ് തുറക്കാനുള്ള വിഭവങ്ങൾ നൽകിയാൽ, സഖാഹുല്ലാഹു മിൻ ഹൗളി ശുർബ, എൻ്റെ ഹൗളിൽ നിന്ന്, അഥവാ അല്ലാഹു സുബ്ഹാനഹു തആല പരലോകത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് സവിശേഷമായി നൽകുന്ന ആ അനുഗ്രഹമുണ്ടല്ലോ, ഹൗലുൽ കൗസർ, അതിൽ നിന്ന് ഒരിറക്ക് വെള്ളം ഒരാൾക്ക് കുടിക്കാൻ ലഭിച്ചാൽ അയാൾ പിന്നെ ഒരിക്കലും ദാഹം അനുഭവിക്കേണ്ടി വരില്ല. ആ വിധത്തിൽ അല്ലാഹു തആല റസൂലുള്ളാഹിക്ക് നൽകുന്ന മഹത്തായ അനുഗ്രഹമാകുന്ന ഹൗലുൽ കൗസറിൽ നിന്ന് അല്ലാഹു തആല അവനെ കുടിപ്പിക്കും. സഖാഹുല്ലാഹു മിൻ ഹൗളി ശുർബത്തൻ ലാ യൽമ, പിന്നീട് ഒരിക്കലും അയാൾക്ക് ഒരു വിധത്തിലുള്ള ദാഹവും അനുഭവപ്പെടുകയില്ല. ഹത്താ യദ്ഖുലൽ ജന്ന, അയാൾ സ്വർഗത്തിൽ പ്രവേശിക്കുന്നത് വരെ. മഹ്ശറിൽ കോടാനുകോടി മനുഷ്യർ ദാഹം സഹിച്ച് അങ്ങേയറ്റം പ്രയാസപ്പെടുന്ന ഒരു ചാൺമുകളിൽ സൂര്യൻ ഉദിച്ചു നിൽക്കുന്ന, കത്തി നിൽക്കുന്ന വേളയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വച്ചു നീട്ടുന്ന ആ മഹത്തായ അനുഗ്രഹമുണ്ടല്ലോ, അത് നേടിയെടുക്കുവാൻ ഒരാൾ സുഭിക്ഷമായിട്ട് നോമ്പുകാരന് ഭക്ഷണം നൽകിയാൽ സാധിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വാഗ്ദാനം നൽകുകയാണ്. വഹുവ ഷഹ്റുൻ, മാത്രമല്ല ആ മാസം അവ്വലുഹു റഹ്മ, അതിൻ്റെ ആദ്യഘട്ടം റഹ്മത്തിൻ്റെതാകുന്നു. വ ഔസതുഹു മഗ്ഫിറ, അതിൻ്റെ മധ്യഭാഗം അഥവാ രണ്ടാമത്തെ പകുതി മഗ്ഫിറത്തിൻ്റെതാകുന്നു. വ ആഖിറുഹു ഇത്ഖും മിനന്നാർ, അതിൻ്റെ അവസാനത്തെ 10 നരകവിമുക്തിയുടെ 10മാകുന്നു എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും ഉണർത്തുന്നു. അല്ലാഹുവുമായി അടുക്കുവാൻ 11 മാസക്കാലം സംഭവിച്ചു പോയ അബദ്ധങ്ങൾ പടച്ചതമ്പുരാന്റെ മുമ്പിൽ ഏറ്റുപറഞ്ഞ് അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് ഒട്ടും നിരാശപ്പെടാതെ അള്ളാഹുവിലേക്ക് അടുക്കുവാൻ, അവൻ്റെ റഹ്മത്ത് തേടുവാൻ, അങ്ങനെ അവൻ്റെ മഗ്ഫിറത്ത് ഏറ്റുവാങ്ങുവാൻ, അതുവഴി നരകവിമുക്തിയും സ്വർഗപ്രവേശവും ആർജിച്ചെടുക്കുവാൻ ഏറ്റവും പ്രയോജനപ്പെടുന്ന വേളയാണിത് എന്നും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതേ വചനത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതോടൊപ്പം ചേർത്ത് പറയുന്ന മറ്റൊരു കാര്യം, വമൻ ഖഫഫ അൻ മംലൂകിഹി ഫീ ഗഫറല്ലാഹു ലഹു വഅഅതഖഹു മിനന്നാർ, ആരെങ്കിലും തൻ്റെ കീഴിലുള്ള, തന്നെ ആശ്രയിച്ചുകൊണ്ട് ജീവിക്കുന്ന തൻ്റെ തൊഴിലാളിക്ക്, ആശ്രിതരായ ആളുകൾക്ക് ജോലിയിൽ ലഘൂകരണം നൽകിയാൽ, അതേപോലെ അയാൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന വേതനത്തിൽ വർധനവ് നൽകിക്കൊണ്ട് അയാൾക്ക് ആശ്വാസം നൽകിയാൽ അല്ലാഹു സുബ്ഹാനഹു തആല അയാളുടെ പാപങ്ങൾ പൊറുക്കും, നരകവിമുക്തി നൽകും. ഇതോട് ചേർത്ത് പറയുന്ന വിഷയമാണിത്. ഇതും വളരെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. സഹജീവികൾ, നമ്മോടൊപ്പം നോമ്പെടുക്കുന്ന, നമ്മുടെ സ്ഥാപനങ്ങളിലും വീടുകളിലുമൊക്കെ ജോലികളിൽ ഏർപ്പെടുന്ന, നമ്മുടെ ആശ്രിതരായിട്ട് അല്ലാഹു തആല നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ആളുകളുണ്ടല്ലോ, അവരോട് അങ്ങേയറ്റം കാരുണ്യത്തിലും അനുകമ്പയിലും വർത്തിക്കണമെന്ന് കൂടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വചനത്തിൽ തുടർന്നുകൊണ്ട് ഉണർത്തുന്നുണ്ട്. സമഗ്രമായ ഒരു വചനമാണിത്. വിശുദ്ധ റമദാനിൻ്റെ മഹത്വങ്ങളും ഈ റമദാനിലെ വ്രതാനുഷ്ഠാനത്തിലൂടെ, സൽക്കർമ്മങ്ങളിലൂടെ നേടിയെടുക്കേണ്ട മഹത്തായ പുണ്യങ്ങളെക്കുറിച്ചുള്ള അതിരുകളില്ലാത്ത വാഗ്ദാനങ്ങളും വാരിക്കോരി നൽകുന്ന ഒരു വചനമാണിത് എന്ന് കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതോടൊപ്പം മറ്റു ചില വചനങ്ങളും റമദാനുമായി ബന്ധിപ്പിച്ചുകൊണ്ട് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ്, ഇദാ ദഖല റമദാൻ ഫുതിഹത് അബ്വാബുൽ ജന്ന, റമദാൻ ആഗതമായി കഴിഞ്ഞാൽ
ഫുതിഹത് അബ്വാബുൽ ജന്ന, സ്വർഗ്ഗ കവാടങ്ങൾ തുറക്കപ്പെടും. വഗുല്ലിഖത് അബ്വാബു ജഹന്നം, നരക കവാടങ്ങൾ കൊട്ടിയടക്കപ്പെടും. വസുൽസിലത്തി ശയാത്തീൻ, പിശാചുക്കൾ ചങ്ങലകളിൽ ബന്ധനസ്ഥരാക്കപ്പെടും. നാം പൊതുവെ കേട്ട് പരിചയിച്ച ഒരു വചനമാണിത്. പക്ഷേ നാം ഇതിനെ അന്ധമായി സമീപിക്കുന്നവരാണോ? റമദാൻ മാസമായാൽ ഏത് കവാടത്തിലൂടെയും സ്വർഗത്തിൽ പ്രവേശിക്കാം. നരകത്തിന്റെ എല്ലാ കവാടവും അതോടെ അടഞ്ഞു, പിശാചുക്കൾ ബന്ധനസ്ഥരായി. ഇങ്ങനെ നാം കരുതുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ അതൊരു അന്ധവിശ്വാസമായിരിക്കും. അങ്ങനെയല്ല. ആ പറഞ്ഞതിൻ്റെ പൊരുൾ, എൻ്റെ സ്വർഗത്തിൻ്റെ താക്കോൽ എൻ്റെ മനസ്സിലാണ്, എൻ്റെ കർമ്മങ്ങളിലാണ്. എൻ്റെ സ്വർഗം ഞാൻ തന്നെ തുറക്കേണ്ടതുണ്ട്, അല്ലാതെ വെറുതെ അത് തുറക്കപ്പെട്ടിരിക്കുന്നു എന്നല്ല. ഓരോ ആളും, ഓരോ വിശ്വാസിയും അവനവന്റെ സ്വർഗ കവാടം മുട്ടി തുറക്കേണ്ട വേളയാണിത്. അതേപോലെ തന്നെ എൻ്റെ നരക കവാടം ഞാൻ തന്നെ ബോധപൂർവം ഭദ്രമായി അടച്ചു വെക്കേണ്ട വേളയാണിത്. റമദാനിന് വേണ്ടിയല്ല, എൻ്റെ ജീവിതം മുഴുവനും സ്വർഗമാർഗത്തിലുള്ള യാത്ര മാത്രമേ എനിക്കുണ്ടാവുകയുള്ളൂ, നരകത്തിൻ്റെ വഴിയിൽ നിന്ന് പൂർണ്ണമായും ഞാൻ മുക്തനായിരിക്കും എന്ന് തീരുമാനമെടുത്ത് അത് നടപ്പാക്കേണ്ട വേള. വസുൽസിലത്തി ശയാത്തീൻ, പിശാചുക്കൾ ബന്ധനസ്ഥരാക്കപ്പെടും. ഇത് നമുക്ക് അനുഭവപ്പെടാറുണ്ടോ റമദാനിൽ? പലപ്പോഴും പൈശാചികത കൂടുതലായിട്ട് മനുഷ്യനെ ആവാഹിക്കാൻ ശ്രമിക്കുന്ന, ബാധിക്കാൻ പോകുന്ന ഒരു വേളയാണെന്ന് പറയേണ്ടി വരും. അനാവശ്യങ്ങൾ പറഞ്ഞ് സമയം കളയുന്ന, പെട്ടെന്ന് ദേഷ്യം പിടിക്കുന്ന, വയറ് വിശക്കാണല്ലോ, ആരെങ്കിലും വലതു പറയുമ്പോൾ പെട്ടെന്ന് ദേഷ്യപ്പെട്ടു പോകുന്ന, പലപ്പോഴും ആളുകൾക്കിടയിൽ ബന്ധങ്ങളൊക്കെ വഷളാകുന്ന അവസ്ഥ വരെ റമദാനിൽ കാണാം. എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? എൻ്റെ പിശാചിനെ ഞാൻ സ്വയം ബന്ധിക്കേണ്ടതുണ്ട്. അങ്ങനെ ബന്ധിക്കാതിരിക്കുമ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തിയില്ലേ, മല്ലം യദ ഖൗല الزൂരി വൽ അമല ബി ഫലൈസ ലില്ലാഹി ഹാജത്തുൻ ഫീ അൻ യദഅ തആമഹു വശറാബ. അനാവശ്യമായ വാക്കും പ്രവൃത്തിയും ഒരാൾ ഉപേക്ഷിക്കുന്നില്ലെങ്കിൽ അയാൾ അന്നപാനീയങ്ങൾ ഉപേക്ഷിക്കണമെന്ന് അള്ളാഹുവിന് യാതൊരു ആവശ്യവുമില്ല. അങ്ങനെയാ പറഞ്ഞത്. അപ്പൊ എൻ്റെ നാവിനെ, എൻ്റെ മനസ്സിനെ, എൻ്റെ കർമ്മങ്ങളെ ഞാൻ തന്നെ ബന്ധിക്കണം എന്നർത്ഥം. അല്ലെങ്കിൽ ഇതുകൊണ്ട് യാതൊരു പ്രയോജനവും നേടുവാൻ സാധ്യമല്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയേണ്ടത്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. നമ്മുടെ പരിശീലനവുമായി ബന്ധപ്പെട്ട് നമ്മുടെ ജീവിതത്തിലെ ഇങ്ങനെയുള്ള തെറ്റായ ചിന്തകളെയും കർമ്മങ്ങളെയും ദുസ്വഭാവങ്ങളെയും തെറ്റായ പെരുമാറ്റ രീതികളെയും ഒക്കെ അടക്കി ഒതുക്കി അടങ്ങ് എന്ന് പറഞ്ഞ് സ്വന്തത്തിലുള്ള പിശാചുക്കളെ വരിഞ്ഞു കെട്ടേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സന്ദർഭമാണിത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. നാം എത്തി നിൽക്കുന്നത് സുപ്രധാനമായ ഒരു മുഹൂർത്തത്തിലാണ്. വളരെ സുപ്രധാനമായ, നമ്മുടെ ജീവിതത്തിൽ ഇനി ഒരിക്കലും നമുക്ക് കൈവരാനിടയില്ലാത്ത ഒരു മുഹൂർത്തത്തിൽ, ഒരു പടിവാതിൽക്കലാണ് നാം വന്നു നിൽക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വേളയെക്കുറിച്ച് ഇങ്ങനെയൊക്കെ വിശേഷിപ്പിക്കുന്നത് കാണാം. എന്താണ് ഈ സന്ദർഭത്തിൻ്റെ സവിശേഷത? റമദാൻ അടുത്തു വരുന്ന വേളയിൽ വാനലോകത്ത് നിന്ന് ഒരു വിളിയാളമുണ്ടാകും. ആ വിളിയാളം ഇതാണ്: യുനാദി മുനാദിയൻ യാ ബാഗിയൽ ഖൈർ അഖ്ബിൽ അഖ്ബിൽ. നന്മ കാക്ഷിക്കുന്നവരെ, അടുത്തു വരൂ, കടന്നു വരൂ. വാനലോകത്ത് നിന്ന് ഈ വേളയിൽ ഉയർന്നുകൊണ്ടിരിക്കുന്ന ഒരു വിളിയാളമാണിത്. വയാ ബാഗിയ ശർ അഖ്സിർ അഖ്സിർ. തിന്മ കാക്ഷിക്കുന്നവനെ, പിന്മാറൂ, അകന്നു പോകൂ. ഇങ്ങനെ ഒരു വിളിയാളം വാനലോകത്ത് നിന്ന് ഇപ്പോൾ ഉണർന്നുകൊണ്ടേയിരിക്കുന്നു എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സന്ദർഭത്തെക്കുറിച്ച് എടുത്തു പറഞ്ഞിട്ടുണ്ട്. അതാണ് സവിശേഷമായ വേളയാണിത് എന്ന് പ്രത്യേകമായിട്ട് പറയുന്നത്. വലില്ലാഹി ഉതഖാഉ മിനന്നാർ വദാലിക കുല്ലു ലൈല. മാത്രമല്ല, റമദാനിലെ എല്ലാ രാവിലും അല്ലാഹു സുബ്ഹാനഹു തആല അവൻ്റെ അടിമകൾക്ക് നരകവിമുക്തി നൽകിക്കൊണ്ടേയിരിക്കും. ഇതും മറ്റൊരു വാഗ്ദാനമാണ്.
ഈ വിളിയാളത്തിന് നാം ഏത് വിധത്തിലാണ് മറുപടി നൽകാൻ പോകുന്നത്? നാം എന്ത് തീരുമാനമാണ് എടുത്തത്? റമദാനിലേക്ക് പ്രവേശിക്കുമ്പോൾ എങ്ങനെ സ്വാഗതം ചെയ്യണം, എങ്ങനെ പ്രയോജനപ്പെടുത്തണം എന്നതിനെക്കുറിച്ച് കഴിഞ്ഞ ഖുതുബകളിൽ കുറേ കാര്യങ്ങൾ സൂചിപ്പിച്ചിരുന്നു. നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. നമ്മുടെ ബന്ധങ്ങൾ, നമ്മുടെ സാമ്പത്തിക ഇടപാടുകൾ, അതേപോലെ നമ്മുടെ ശീലങ്ങൾ, നമ്മുടെ ഇബാദത്തുകൾ, ഇങ്ങനെ കുറേ കാര്യങ്ങൾ കഴിഞ്ഞ ഖുതുബകളിൽ ഉണർത്തിയത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. ഇവയൊക്കെ നിങ്ങൾ ലിസ്റ്റ് ചെയ്തോ? റമദാനിലേക്ക് പ്രവേശിക്കുമ്പോൾ എങ്ങനെയാണ് ഞാൻ ഇവയെ നേരിടേണ്ടത്, എങ്ങനെയാണ് ചിട്ടപ്പെടുത്തേണ്ടത് എന്നതിൽ എന്ത് തീരുമാനമെടുത്തു എന്ന് ഈ അവസാന മണിക്കൂറുകളിൽ വീണ്ടും ഉണർത്തുവാൻ ആഗ്രഹിക്കുകയാണ്. പഠനത്തിൻ്റെ വിഷയത്തിൽ വിശുദ്ധ ഖുർആൻ പഠന പാരായണം, അതേപോലെ തന്നെ മനഃപ്പാഠമാക്കൽ, അതേപോലെ ദിനചര്യകൾ ക്രമീകരിക്കൽ, ഇത്തരം കാര്യങ്ങളിൽ ബോധപൂർവം ഒരു തീരുമാനം എടുക്കേണ്ട ഏറ്റവും പ്രധാന സന്ദർഭമാണിത്. ഈ ജുമായിൽ ഒരുമിച്ച് കൂടിയിട്ട് നാം അങ്ങനെ ഒരു നിയത്ത് ചെയ്യുമ്പോൾ തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു തആല അത് സാധിപ്പിച്ചു തരും. നമ്മുടെ നിയത്ത് ഇഖ്ലാസുള്ളതാവണം എന്ന് മാത്രം. ഈ റമദാൻ നേടിയേ തീരും. ഒരു കാരണവശാലും ഒരു വിട്ടുവീഴ്ചയും ഇല്ലാത്ത വിധം ഞാൻ നേടുക തന്നെ ചെയ്യും എന്ന ഉറച്ച ബോധം, ഉറച്ച തീരുമാനം നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവേണ്ടതുണ്ട്. അല്ലാഹുവിൻ്റെ വാനലോകം, അവൻ്റെ അർശും മറ്റുമടങ്ങുന്ന ഉപരിലോകം അലങ്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണത്രേ ഈ വേളയിൽ. ഇന്നൽ ജന്ന തുസഖ്റഫു ലി റമദാൻ, റമദാനിന് വേണ്ടിയിട്ട് അലങ്കരിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്ന സുപ്രധാനമായ വേളയാണിത്. ഒരു റമദാൻ കഴിയുമ്പോൾ അടുത്ത റമദാനിന് വേണ്ടിയുള്ള അലങ്കാരങ്ങൾ ആരംഭിക്കും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മാത്രമല്ല, ഫൈദാ ഖാന അവ്വലു യൗമിൻ മിൻ റമദാൻ ഹബ്ബത്ത് റീഹുൻ തഹ്തൽ അർശ് മിൻ വറഖിൽ ജന്ന, റമദാനിലെ ആദ്യ രാവ് സംഭവിക്കുമ്പോഴേക്ക് വാനലോകത്ത് ഒരു കാറ്റ് അടിച്ചു വീശുമത്രേ അള്ളാഹുവിങ്കിൽ നിന്ന്. ആ കാറ്റ് അള്ളാഹുവിൻ്റെ അർശിനെ തഴുകി അങ്ങനെ സ്വർഗത്തിലെ വൃക്ഷത്തലപ്പുകളിലൂടെ ഹൂറുൽ ഈനിനെ തഴുകിക്കൊണ്ട് അങ്ങനെ ഒരു പരിമളം പരത്തുന്ന ഒരു മന്ദമാരുതൻ സ്വർഗലോകത്ത് വീശിക്കൊണ്ടേയിരിക്കും എന്ന് ഹദീസിൽ കാണാം. ഹൂറുൽ ഈൻ തങ്ങളുടെ ഇണകളെ തിരയാൻ പോകുന്ന വേളയാണിത്. വിശുദ്ധ റമദാനിനെ പ്രയോജനപ്പെടുത്താൻ പോകുന്ന ആളുകളിൽ നിന്ന്, ആത്മവിശുദ്ധി കൈവരിച്ച് അള്ളാഹുവിലേക്ക് ഉയരാൻ ആഗ്രഹിക്കുന്നവരിൽ നിന്ന് തങ്ങളുടെ ഇണകളെ കണ്ടെത്തുവാൻ ഹൂറുൽ ഈൻ മത്സരിക്കുന്ന വേളയെന്നും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം റമദാനിൻ്റെ ആരംഭഘട്ടത്തെക്കുറിച്ച് ഉണർത്തിയതായിട്ട് കാണാം. ഈ സവിശേഷതകൾ നേടിയെടുക്കുവാൻ നമ്മുടെ മനസ്സിനെ, നമ്മുടെ ശരീരത്തെ, നമ്മുടെ കുടുംബത്തെ, നമ്മുടെ ഇടപാടുകളെ, നമ്മുടെ ജീവിത പരിസരങ്ങളെ പൂർണ്ണമായും സജ്ജമാക്കുവാൻ സന്നദ്ധരാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ തൗഫീഖ് ചെയ്യുമാറാവട്ടെ.